അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ അമ്മാ ബഅദ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ജീവിത വിജയത്തിന്റെ ഏറ്റവും ലളിതവും എളുപ്പവുമുള്ള വഴികൾ നമുക്ക് കാണിച്ചു തന്നു എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായി നമ്മൾ അതിനെ വിലയിരുത്താൻ കാരണം. രോഗത്തിന്റെ ചികിത്സകൾ എന്താണ് വിജയിക്കാത്തത് എന്നാണ് ഇന്നത്തെ ചിന്താ വിഷയം. എന്താണ് നമ്മുടെ ചികിത്സകൾ വിജയിക്കാത്തത്? ഒരുപക്ഷെ നമ്മൾ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെയാണ് ചികിത്സക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? വില കൂടിയ ചികിത്സകളാണ് നമ്മളിൽ പലരും സ്വീകരിക്കുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് ഒരിക്കലും മുടക്കാറില്ല. ദീർഘയാത്രയിൽ മരുന്ന് കേടുവരാതിരിക്കാനുള്ള ഉപകരണങ്ങൾ വരെ നമ്മൾ കരുതാറുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ? അതിൻ്റെ ഒരു നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു വസ്തുത നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും, അതായത് പ്രഗത്ഭനായ ഡോക്ടറെ മാത്രമേ നമ്മൾ എന്താക്കുന്നുള്ളൂ, ട്രീറ്റ്മെന്റിന് തിരഞ്ഞെടുക്കുന്നുള്ളൂ. മരുന്നിന്റെ വില പലപ്പോഴും നമ്മൾ നോക്കാറില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഉള്ള ഡോക്ടേഴ്സിനെ വരെ നമ്മൾ തിരഞ്ഞെടുക്കാറില്ല. പ്രൈവറ്റ് സെക്ടറിൽ തന്നെ പോകും. അവിടെ എന്തോ മികച്ച ചികിത്സ കിട്ടും എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. അങ്ങനൊക്കെ ആയിട്ടും ഇപ്പറഞ്ഞ ശ്രദ്ധകളൊക്കെ നമ്മൾ നിലനിർത്തിയിട്ടും ചികിത്സ എന്താണ് ഫലിക്കാത്തത്? നിങ്ങൾ എന്നോടൊപ്പം ചിന്തിച്ചു കൊണ്ടൊരു യാത്രക്ക് തയ്യാറാവണം. നമ്മൾ കേവലം ഒരു കേൾവിക്കാരാവൽ കൊണ്ട് ഹിക്മ ഹീലിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ഹിക്മ എന്ന് പറയുന്ന ഹിക്മത്ത് അതൊരു കേവല പേരല്ല. ഹിക്മത്ത് നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ പൗരാണിക അറേബ്യൻ ചരിത്രത്തിൽ, അതോടൊപ്പം തന്നെ ഗ്രീക്ക് ചരിത്രത്തിലൊക്കെ ചികിത്സിക്കുന്ന ആളുകളെ വിളിച്ചിരുന്നത് ഹക്കീം എന്നാണ്. ഹക്കീം, ഹിക്മത്ത് ഉടയ ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ജീവിതത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ മനുഷ്യന് പറ്റുന്ന കേടുപാടുകളെ തന്ത്രപൂർവം നേരിടാനും അതില്ലായ്മ ചെയ്യാനും കഴിവുള്ളയാൾ എന്നാണ് ഹക്കീം എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം. അയാളുടെ നോട്ടത്തിലും അയാളുടെ വാക്കിലും അയാളുടെ ഇടപെടലിലും ഏത് രോഗാവസ്ഥയിൽ നിന്നും ആരെയും രക്ഷപ്പെടുത്താനുള്ള ഒരു വല്ലാത്ത കരുത്ത് അയാളിലുണ്ട്. അങ്ങനെയാണ് അയാൾ ഹക്കീം എന്ന പേരിനും പെരുമക്കും അർഹനാവുന്നത്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഹിക്മ ഹീലിംഗ് എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹീലറാണ്. ചികിത്സാ രംഗത്ത് UAE-യിലൊക്കെ വളരെ പ്രശസ്തനാണ്. ഹിജാമ തെറാപ്പിസ്റ്റ് ആണ്. കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ സ്വദേശി ഷക്കീർ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ചിന്തിച്ചും ആലോചിച്ചും തിബ്ബുൻ നബവിയെ കുറിച്ച് കൂടി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ പേരിൽ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നാണ്, ഡോക്ടർ അബ്ദുൽ ജലീൽ ദാരിമി എന്ന പേരിൽ തുടങ്ങാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു വേണ്ട, നമുക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സന്ദേശത്തെ ആ പേരിൽ ജ്വലിപ്പിച്ച് നിർത്തണം. അങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് ഷക്കീർ ഹിക്മ ഹീലിംഗ്. ഞാനത് ഒരുപാട് ചിന്തിച്ചു. കാരണം ഇന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം എന്താ? എന്തുകൊണ്ട് ചികിത്സ ഫലിക്കുന്നില്ല? അതിനിടയിൽ ഞാൻ എൻ്റെ ഈ ചാനൽ, പൊതുവെ എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നത് മറ്റു പലരും തുടങ്ങിയ ചാനലുകളിൽ നിന്നാണ്. ഞാൻ 6-7 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 8 വർഷം മുന്നൊക്കെ പല സദസ്സുകളിലും അതിന് പറ്റുന്ന രൂപത്തിൽ സംസാരിച്ച വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ പ്രസംഗങ്ങൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട പേരും പെരുമയും ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുകയാണ്. സത്യത്തിൽ എൻ്റെ അനുവാദം പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടല്ലോ ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ വ്യാപകമായി പലരും അത് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ ഡോക്ടർ അബ്ദുൽ ജലീൽ ദാരിമി അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ അനേകം പ്രഭാഷണങ്ങൾ, പലതും തലയും വാലും ഇല്ലാത്തതായിരിക്കും.
പലതിനും തുടക്കമില്ല ഒടുക്കമില്ല. എവിടുന്നോ കട്ട് ചെയ്യുന്നു, എവിടെയോ അവസാനിപ്പിക്കുന്നു, എന്തൊക്കെയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കാരണം 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ദീർഘമായി പ്രസംഗിച്ച വിഷയം പലതും പലതിന്റെ സാഹചര്യത്തോടും ഞാൻ ചേർത്തി പറഞ്ഞതായിരിക്കും. കേൾവിക്കാർക്ക് സത്യത്തിൽ പലതിൽ നിന്നും ഗുണത്തിന് പകരം ദോഷമായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും UAE എനിക്ക് ഏറ്റവും വലിയ സഹായിയുമായ ഷക്കീർ ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നത്. സ്വന്തം ഒരു യൂട്യൂബ് ചാനൽ ഉടനെ തുടങ്ങണം, അതിന് ഹിക്മ ഹീലിംഗ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു പേരാണ് ഹിക്മ ഹീലിംഗ്. ഹിക്മത്ത് വേണം ഒരു ചികിത്സിക്കുന്ന. ഞാനൊക്കെ തിബ്ബുൻ നബവി, അതായത് പ്രവാചക വൈദ്യശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഹിക്മത്തിനെ കുറിച്ചും അൽ ഹിക്മത്തിനെ കുറിച്ചും യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, അപ്പൊ ഹിക്മത്ത് ഹക്കീം എന്നതിനെ കുറിച്ച് നന്നായിട്ട് തന്നെ വലിയ പഠനമുണ്ട് എന്നല്ല, കുറെയൊക്കെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. കുറെ എന്ന് പറഞ്ഞാലും ചെറിയൊരു അളവാട്ടോ, നമ്മൾ പിന്നെ പറയുമ്പം ആ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഹിക്മ ഹീലിംഗ് തുടങ്ങാൻ തന്നെ ഒരു കാരണം, തെറ്റുധരിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ സമൂഹം. നിങ്ങൾ ചികിത്സിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. നിങ്ങൾ ചികിത്സിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. സത്യത്തിൽ നിങ്ങൾ ചികിത്സിക്കപ്പെടുന്നുണ്ടോ? അപ്പൊ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അങ്ങനെ ഒരു ചോദ്യം വരണം. ചികിത്സ എന്നാൽ എന്താണ്? നിലവിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മരുന്നുകൾക്ക് അടിമയാക്കി നിർത്തലാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന, ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിലവിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമായി നടക്കുന്ന കാര്യം എന്താണ്? നിങ്ങളെ സ്ഥിരമായി മരുന്ന് കുടിക്കാൻ പരിശീലിപ്പിക്കുന്നു. മരുന്ന് എന്ന് പറയാൻ പറ്റുമോന്നും എനിക്കറിയില്ല. മരുന്ന് എന്ന് പറയാൻ പറ്റുമോ എന്നും അറിയില്ല. നമ്മൾ പിന്നെ പൊതുവായി അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. അപ്പോ അതൊരു തെറ്റുധാരണയാണ്. ഞാൻ ചികിത്സിക്കപ്പെടുന്നുണ്ട്, എൻ്റെ ഡോക്ടർ എൻ്റെ രോഗത്തിനെതിരെ എന്നിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ തോന്നൽ മാത്രമാണ്. സത്യത്തിൽ നിങ്ങൾ ചികിത്സിക്കപ്പെടുന്നില്ല, നിങ്ങൾ കൂടുതൽ രോഗികളാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിൽ പലരും മരുന്ന് കുടിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്ര രോഗം ഉണ്ടായിരുന്നു? 1. ഇപ്പൊ നിങ്ങൾ എത്ര രോഗത്തിന് മരുന്ന് കുടിക്കുന്നുണ്ട്? 3, 4, 5 രോഗത്തിനൊക്കെ മരുന്ന് കുടിക്കുന്നുണ്ട്. അതെന്താ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലായിരുന്നോ? പോയിരുന്നു. ഡോക്ടേഴ്സിനെ കണ്ടിട്ടില്ലായിരുന്നോ? കണ്ടിരുന്നു. അപ്പൊ മരുന്ന് മുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? മരുന്ന് ഇതുവരെ മുടങ്ങിയിട്ടില്ല. വളരെ കൃത്യനിഷ്ഠതയോടുകൂടി മരുന്ന് കുടിച്ചിരുന്നു. മരുന്നിന് പുറമെ പരസ്യത്തിൽ കാണുന്ന പലതും കട്ടൻ ചായ ആയിട്ടും കാപ്പിയായിട്ടൊക്കെ വാങ്ങി കുടിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ലേ? കട്ടൻ ചായ വെച്ച് കുടിച്ചവരുണ്ട്, കഞ്ഞിന്റെ വെള്ളം കുടിച്ചവരുണ്ട്, കാപ്പി വെച്ച് കുടിച്ചവരുണ്ട്. ഞാൻ എൻ്റെ നാട്ടുഭാഷയിൽ പറഞ്ഞാണ് കോഫി കുടിച്ചവരുണ്ട്. അങ്ങനെ പലതും, പല പൗഡറുകളും വാങ്ങി കഴിച്ചവരുണ്ട്. പല പത്രങ്ങളിലും മീഡിയകളിലും കാണുന്ന പരസ്യങ്ങൾക്ക് പിറകെ പോയി അതും അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചവരുണ്ട്. ബട്ട് രോഗം വർദ്ധിച്ചു, ആരോഗ്യം ക്ഷയിച്ചു, മനസ്സ് ദുർബലമായി, ശരീരം വളരെ വീക്കായി, സാമ്പത്തികം അതിനേക്കാൾ വീക്കായി. അപ്പൊ നിങ്ങൾ ചികിത്സിക്കപ്പെട്ടുവോ? നിങ്ങൾ ഒരല്പം ചിന്തിക്ക്. നിങ്ങൾ പോസ്റ്റ് ബട്ടൺ ഞെക്കിയിട്ട് യൂട്യൂബ് അവിടെ കട്ട് ചെയ്യും, അവിടെ നിർത്ത്, എന്നിട്ട് കുറച്ചു നേരം നിന്നിട്ട് ബാക്കി ഭാഗം കേട്ടാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഒരല്പം ഇരുന്ന് ചിന്തിക്ക്, നിങ്ങൾ ചികിത്സിക്കപ്പെട്ടുവോ? ഇതിനെ ചികിത്സ എന്നാണോ പറയേണ്ടത്? ഇതൊരു ഫേക്ക് ഏർപ്പാടല്ലേ? അതേസമയം വളരെ നന്നായി ചികിത്സിക്കുന്ന എത്രയോ ആളുകളെ കുറിച്ച് ചില ആളുകളൊക്കെ പറഞ്ഞു പരത്തുന്ന വാർത്തകൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. അനേകം ആളുകൾക്ക് രോഗശമനം കിട്ടുന്ന ഒരുപാട് ചികിത്സാ വഴികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. 1000ങ്ങളും 10,000ങ്ങളും ഇപ്പൊ അത്തരം ചികിത്സാ രീതിയെ ആശ്രയിക്കാൻ കാരണം എന്താണ്? അവിടെ ആശ്വാസം കിട്ടുന്നുണ്ട്, അവിടെ മാറ്റം കിട്ടുന്നുണ്ട്, അവിടെ മരുന്നിനുള്ള അടിമത്വമില്ല, അവിടെ മരുന്നിന്റെ അടിമത്വമില്ല. ഹിജാമ, അക്യുപങ്ചർ, അക്യുപ്രഷർ, പ്രാണിക് ഹീലിംഗ്, റൈക്കി, ഇങ്ങനെ
വളരെ ചികിത്സാ ചെലവില്ലാത്തതും രോഗികളുടെ മനസ്സും ശരീരവും സമ്പത്തും ഫ്രീ ആക്കുന്നതും രോഗിക്ക് പിരിമുറുക്കമില്ലാണ്ടാക്കുന്നതും മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതുമായ വളരെ ശ്രദ്ധേയമായ ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിലില്ലേ? അതൊക്കെ വലിയൊരു വിഭാഗം ജനങ്ങളെ കൊണ്ട് ഇത്തരം ചികിത്സാ മേഖലകളിലുള്ള ആളുകളെ കുറിച്ച് ചില ആളുകൾ പരഞ്ഞു പരുത്തിയ വാർത്തകളും അവർക്കെതിരെയുള്ള മോശമായ ചില സമീപനങ്ങളും സത്യത്തിൽ നമുക്കെന്ത് നേട്ടമാണ് ഉണ്ടാക്കുക? അത്ഭുതമാണ്. ഞാൻ ഈ അടുത്ത് ഒരു അക്യൂപങ്ക്ചർ തെറാപ്പിസ്റ്റ് ലേഡിയാണ്, അവർ പ്രസവിച്ച ഒരു വാർത്ത ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ കാണുകയുണ്ടായി. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇതുപോലെ വാർത്ത കേട്ടിരുന്നു. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ എനിക്കറിയുന്ന ഒരു സുഹൃത്തിന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രസവം ഉണ്ടായിരുന്നു. അതായത് ഒരു 10-25 കൊല്ലം മുമ്പ് ഒരു സ്ത്രീ സാധാരണ ചെയ്ത കാര്യം. 25 കൊല്ലം നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുന്നില്ല, ശരീരത്തിന് മാറ്റം വരുന്നില്ല, സ്ത്രീ ശരീരഘടനക്ക് മാറ്റം വരുന്നില്ല, ഒന്നും വരുന്നില്ല. പക്ഷേ അങ്ങനെ പ്രസവിക്കപ്പെട്ട സ്ത്രീകളോട് പൊതുസമൂഹം, പ്രത്യേകിച്ചും ചില വിദ്യാഭ്യാസമുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താ പറയാ ശാസ്ത്രബോധമുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്താ ചെയ്തത്? വളരെ നാച്ചുറലായി നടക്കുന്ന ചില കാര്യങ്ങളെ എന്തോ ഒരു ഭീതി ജനിപ്പിക്കുന്ന കാര്യമായി അവതരിപ്പിച്ചു. ഇപ്പൊ നമ്മള് വിദേശത്ത് നിന്നൊക്കെയുള്ള ചില വാർത്തകൾ കേട്ടാൽ നമ്മൾ കാണില്ലേ, വെള്ളത്തിൽ പ്രസവിക്കുന്നു, എത്ര കൂളായിട്ട് തന്റെ കുടുംബക്കാർ ചുറ്റും നിൽക്കുന്നു, അതിന്റെ മുതിർന്ന മക്കൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എന്താ പറയാ ബാത്ടബിന് ചെറിയൊരു എന്താ പറയാ കുളിക്കാൻ സൗകര്യം ചെയ്ത ആ ഒരു ബാത്ടബിൽ പ്രസവിക്കുന്ന വീഡിയോ, കൂളായിട്ട് പ്രസവിക്കുന്ന വീഡിയോ. ഇതിനൊക്കെയാണ് നമ്മൾ പുരോഗതിക്കെതിരായിട്ട് കാണുന്നത്. മനസ്സിലാക്കണം. ഒരാള് വളരെ നീളം കൂടിയ ഒരു കടല് ഒരു ഉപകരണവും ഇല്ലാതെ നീന്തി കടന്നാല് അതിനെ നമ്മൾ ബുദ്ധിമോശം എന്നാണോ വിളിക്കേണ്ടത്, ധീരത എന്നാണോ വിളിക്കേണ്ടത്? ഒരാൾ കപ്പലിൽ യാത്ര ചെയ്തു, ഒരാൾ ബോട്ടിൽ യാത്ര ചെയ്തു, മറുകര കടന്നു. മറ്റൊരു ശാരീരിക ക്ഷമതയുള്ള മാനസിക ക്ഷമതയുള്ള ഒരാൾ നീന്തി കടന്നു. ഇപ്പൊ ഈ അടുത്ത് വ്യാപകമായി ഹജ്ജ് യാത്രക്കുള്ള കാലമാണല്ലോ. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഷിഹാബ്, അദ്ദേഹം നടന്ന് ഹജ്ജിന് പോയി യാത്ര ചെയ്തു. എന്തുകൊണ്ടത് തരംഗമായി? എന്തുകൊണ്ടത് തരംഗം? അദ്ദേഹത്തിന്റെ മാനസിക കരുത്ത്, ശാരീരിക ക്ഷമത, ഇച്ഛാശക്തി. നമ്മൾ അതിന് എന്താ ചെയ്തത്? ചില ആളുകൾ വിമർശിച്ചു, വാഹനമുള്ള കാലത്ത് എന്തിനാണ് നടന്നതെന്നൊക്കെ ചോദിച്ചു. ബട്ട് ഒരു മനുഷ്യൻ തന്റെ കരുത്ത് പ്രകടിപ്പിക്കലായിട്ട് ഒരു പോസിറ്റീവായി നമ്മൾ കണ്ടു. ആളുകൾ അതിനെ, ലോകം മുഴുവൻ അങ്ങനെയാ കണ്ടത്. പിന്നെ കുശുമ്പ് മനസ്സുള്ള ചില മലയാളി മനസ്സുകളിൽ മാത്രമാണ് അത് പ്രശ്നം ഉണ്ടാക്കിയത്. കുശുമ്പ് മനസ്സുള്ള, എന്തിനോടും ജലസി ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവരിൽ ചിലപ്പോൾ അത് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ്, ആയിക്കോട്ടെ. ബട്ട് നമ്മൾ എങ്ങനെയാ കണ്ടത്? അയാളുടെ മനക്കരുത്ത്, അയാളുടെ ശാരീരിക ക്ഷമത, ഇച്ഛാശക്തി, ഒറ്റക്ക് അല്ലെ? സത്യത്തിൽ തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഒരാൾ തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. അത് മറ്റൊരു മാറ്ററാണ്, നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. എന്നാലും അയാൾ കാൽനടയായിട്ട് അയാളുടെ ശാരീരിക ക്ഷമത പ്രകടിപ്പിച്ചുകൊണ്ട് അയാളുടെ യൗവനത്തിന്റെ ഊർജ്ജസ്വലതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ യാത്ര ചെയ്തില്ലേ? അതിനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? എന്നതുപോലെ ഒരു സ്ത്രീ കരുത്തിന്റെ കഥ പറയുന്ന കാലഘട്ടത്തിൽ ഒരു സ്ത്രീ തൻ്റെ ഇച്ഛാശക്തിയെ പ്രകടിപ്പിച്ചുകൊണ്ട്, മാനസിക കരുത്തിനെ പ്രകടിപ്പിച്ചുകൊണ്ട് സ്വയം അവരുടെ അവര് അറിവുള്ള സ്ത്രീയാണ്, പക്വതയുള്ള സ്ത്രീയാണ്, മാനസിക ക്ഷമതയുള്ള സ്ത്രീയാണ്, ശാരീരിക ക്ഷമതയുള്ള സ്ത്രീയാണ്. പ്രസവിച്ചു, കുഞ്ഞിനെ എടുത്തു. ഞാനത് കംപ്ലീറ്റ് ആ സഹോദരിയുടെ ആ കാര്യം മുഴുവനായിട്ടും വായിച്ചു പഠിച്ചു, മനസ്സിലാക്കി. ഇതിനെ ഞാൻ പറഞ്ഞു വരുന്നത്, നന്മകളെ പൂർണ്ണമായും വിപാടനം ചെയ്യുന്ന രൂപത്തിൽ, അതിനെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ, അതിനെ ചെറുതാക്കുന്ന രൂപത്തിൽ, എനിക്ക് തോന്നുന്നു ഈ അക്യുപങ്ക്ചർ തെറാപ്പിസ്റ്റുകൾ ചികിത്സാ രംഗത്ത് വരലോടുകൂടി വലിയൊരു വിപ്ലവാത്മകമായ മാറ്റം ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കണം. ഞാന് പ്രവാചക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. എന്നെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. എന്നെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്, എൻ്റെ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് പ്രോഫറ്റിക് മെഡിസിൻ ആണ്, പ്രവാചക വൈദ്യശാസ്ത്രം. പ്രവാചക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു സമീപനം, എല്ലാ നന്മ നിറഞ്ഞ ചികിത്സാ രീതികളെയും നമുക്ക് കൂടെ നിർത്താം, അവരെ പ്രോത്സാഹിപ്പിക്കാം, അവരെ പ്രൊമോട്ട് ചെയ്യാം.
അപ്പൊ ഏറ്റവും ചെലവ് ചുരുങ്ങിയ, ഏറ്റവും ലളിതമായ, എല്ലാവർക്കും ഒരുപക്ഷെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു അക്യുപങ്ക്ചർ. എത്ര പേരാണ് ഇത് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ആൾ ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ ട്രീറ്റ്മെന്റ് വരുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വളരെ ആശ്വാസം കിട്ടിയിട്ടുണ്ട് അത് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതിൽ ചിട്ടകളാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കാനല്ലേ പ്രവാചകന്റെ അധ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്താ? ചിട്ടകൾ പാലിക്കാൻ. നമ്മള് സത്യത്തിൽ ഈ ചർച്ചയുടെ ഒരു ഭാഗം അങ്ങോട്ടാ പോണത്. നിങ്ങൾ ചികിത്സിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ ചികിത്സിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ? അപ്പൊ പ്രവാചക വൈദ്യത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറായാലും, ഒരു തൊബീബായാലും, ഒരു ഹക്കീമായാലും, ഒരു തൊബീബയായാലും അവര് രോഗിയോട് സ്വീകരിക്കുന്ന അതേ സമീപനത്തിന്റെ മറ്റൊരു രീതിയാണ് അക്യുപങ്ക്ചർ തെറാപ്പിസ്റ്റുകളും ചെയ്യുന്നത്. എപ്പോ ഉറങ്ങണം, എപ്പോ എഴുന്നേൽക്കണം, എപ്പോ കുളിക്കണം, എത്ര ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം. ഇത് നല്ലൊരു കാര്യമല്ലേ? സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മരുന്നില്ലാതെ ഒരാൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊരു സിദ്ധാന്തം ഒരു സമൂഹം അവതരിപ്പിക്കുന്നുവെങ്കിൽ രാജ്യം അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അവരെ ചെറുതാക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമല്ലേ? നഷ്ടമാണ്. പ്രവാചക വൈദ്യത്തിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യും. കാരണം പ്രവാചക വൈദ്യത്തിലെ വലിയൊരു അധ്യാപനം തന്നെ എന്താ? മരുന്ന് കുടിക്കാതെ ഒരു വ്യക്തിന്റെ രോഗം ഇല്ലാതാവുമെങ്കിൽ അവിടെ മരുന്ന് കൊടുക്കുന്നത് വൈദ്യന് ചേർന്നതല്ല, അയാൾ ഡോക്ടറല്ല. നോക്കൂ നിങ്ങൾ, മരുന്ന് കുടിക്കാതെ ഒരാളുടെ രോഗം ഭേദമാവുമെങ്കിൽ, അതായത് ജീവിതശീലം ഒന്ന് മാറ്റിപ്പിടിച്ചാല്, ഒന്ന് ക്രമപ്പെടുത്തിയാൽ ഒരാളുടെ അസുഖം ഭേദമാവുമെങ്കിൽ അവിടെ മരുന്ന് കൊടുക്കരുതെന്നാ തിബ്ബുൻ നബവി പഠിപ്പിക്കുന്നത്. പ്രവാചക വൈദ്യം പഠിപ്പിക്കുന്ന അധ്യാപനം അതാണ്. എന്തെങ്കിലും ഒരു ഭക്ഷണം ഇയാളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ രോഗം മാറുമെങ്കിൽ ആ ഭക്ഷണം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇയാൾ ചികിത്സിക്കപ്പെടണമെന്നാണ്. ഏതെങ്കിലും ഒരു ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഇയാളുടെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ ആ ഭക്ഷണം ഒഴിവാക്കാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് മരുന്നില്ലാണ്ട് അയാളെ ഫ്രീ ആക്കി വിടണമെന്നാണ് തിബ്ബുൻ നബവി പഠിപ്പിക്കുന്നത്. തിബ്ബുൻ നബവിക്ക് ഒരു ഫിഖ് ഉണ്ട്. അതായത് ഒരു ചികിത്സകൻ സ്വീകരിക്കേണ്ട ഒരു കർമ്മശാസ്ത്ര വിധിയുണ്ട്. കൃത്യമായിട്ട് ഇസ്ലാം എല്ലായിടത്തും കൈവച്ചിട്ടുണ്ട്. ഇസ്ലാം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഒരു ചികിത്സകന് പറഞ്ഞു കൊടുക്കുന്ന, ചികിത്സകൻ സ്വീകരിക്കേണ്ട ഫിഖിഹിയായ കുറെ കാര്യങ്ങൾ തിബ്ബുൻ നബവിയുടെ ഭാഗമായി പഠിക്കേണ്ടി വന്നതിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു മരുന്ന് കുടിച്ചിട്ട് ഒരാളുടെ രോഗം മാറുമെങ്കിൽ രണ്ടാമത്തെ മരുന്ന് എഴുതാൻ പാടില്ല. നമ്മൾ കേട്ടില്ലേ, ഒറ്റമൂലി ചികിത്സ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോ ഒറ്റമൂലിയുണ്ട്, കൂട്ടുമരുന്നുണ്ട്, മുജറബാത്ത് ഉണ്ട്, മുറക്കബാത്ത് ഉണ്ട്. അപ്പൊ ഇപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഒരാള് ആശ്വാസപ്പെടുമെങ്കിൽ അത് മാത്രമാണ് അയാളുടെ ചികിത്സ. ഒരു ഇളനീർ പാനീയം കൊടുത്താൽ ഒരാൾക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ അതാണ് അയാളെ കുടിപ്പിക്കേണ്ടത്. അതാണ് ചികിത്സ എന്ന് പറയുന്നത്. ചികിത്സ എന്ന് പറയുന്നത് ചികിത്സകന്റെ മികവാണ്, മരുന്നിന്റെ മികവല്ല. നമ്മൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. എന്റെ ചോദ്യം നിങ്ങൾ വിട്ടുപോകരുത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചികിത്സിച്ചിട്ടും രോഗമുക്തി നമുക്ക് ലഭിക്കാത്തത്? നമ്മൾ ശരിക്കും ചികിത്സിക്കപ്പെടുന്നുണ്ടോ? നമ്മളിപ്പോ ശരിക്കും ചികിത്സിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? ചികിത്സിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിലുള്ള തെറ്റ് തിരുത്തപ്പെടുക എന്നുള്ളതാണ്. തെറ്റ് തിരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന അക്ഷരത്തെറ്റ്, അല്ലെങ്കിൽ വായനാ തെറ്റ്, അല്ലെങ്കിൽ കേൾക്കുന്നതിലെ തെറ്റ് മാറ്റി നിർത്തിയിട്ട് ശരിയായി എഴുതാൻ, ശരിയായി വായിക്കാൻ പഠിപ്പിക്കലല്ലേ ചികിത്സ എന്ന് പറയുന്നത്. ഡോക്ടർ ആസ് എ ടീച്ചർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റാണ് ഡോക്ടർ ആസ് എ ടീച്ചർ. ഡോക്ടർ ഒരു അധ്യാപകനാണ്. ഞാൻ പഠിച്ചൊരു വലിയ തത്വം അതാണ്. ഡോക്ടർ ഒരു അധ്യാപകനാണ്. ഇപ്പൊ ഞാൻ ചികിത്സിക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി വലിയ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ട്. എല്ലാ ജില്ലയിലെയും രോഗികൾക്ക് വേണ്ടി വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്, ഇപ്പോഴും സജീവമാണ്. എന്തുകൊണ്ട്? മരുന്ന് നിർബന്ധമാണ് ചില ആളുകൾക്ക് മരുന്ന് നിർബന്ധമാണ്. അവർ ഭക്ഷണം കൊണ്ട് പരിഹരിക്കപ്പെടില്ല. അപ്പൊ അത്തരം ആളുകൾക്ക് നിങ്ങൾ മരുന്ന് കുടിച്ചാൽ മാത്രം രോഗം മാറില്ല കേട്ടോ. മരുന്ന് നിങ്ങൾ സ്ഥിരമാക്കരുതേ, മരുന്ന് പതിവാക്കരുതേ. കൂടിയാൽ 3-4 മാസം മാത്രമേ മരുന്ന് കുടിക്കാവുള്ളൂ കേട്ടോ. ചിലപ്പോൾ 1 മാസമേ കുടിക്കാവൂ. ബാക്കി നിങ്ങൾ ഇന്ന ഭക്ഷണത്തെ ഉപയോഗപ്പെടുത്തുക, ഇന്ന ഭക്ഷണത്തെ ഒഴിവാക്കുക. ഈ മെത്തേഡാ സ്വീകരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇയാൾ ചികിത്സിക്കപ്പെടുന്നു, ഇയാൾ രോഗശമനത്തിലേക്ക് എത്തുന്നു. അപ്പൊ ചികിത്സിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പൊതുസമൂഹം എന്ന് തിരിച്ചറിയണം. അത് മരുന്ന് സേവയല്ല, അത് ഡോക്ടർ പൂജയല്ല. അതായത് നമ്മൾ സ്ഥിരമായി സന്ദർശിക്കേണ്ടത് ആരാധനാലയങ്ങളാണ്. നമ്മൾ എപ്പോഴും പോകേണ്ടത് എവിടെ? ആരാധനാലയങ്ങളിൽ.
ഇല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിൽ, അതിടക്കിടെ പോവാം. ലൈഫിന്റെ ഭാഗമായിട്ട്, ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഡോക്ടർ ഉണ്ടാവരുത്, അങ്ങനെ ഇല്ല. അത് നമ്മുടെ കഴിവുകേടാണ്, അത് നമ്മുടെ പരാജയമാണ്. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. നബവിയായ ഒരു ചരിത്രത്തിന്റെ ഓർമ്മ പുതുക്കിയാൽ, മദീനായിൽ വന്ന 2 ഡോക്ടർമാര് ജോലി ഇല്ലാതായ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ? തിബ്ബുൻ നബവി പറയുന്ന പല വേദികളിലും ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ മദീനായിൽ ഒരു ഡോക്ടർമാർക്ക് ചാൻസ് ഇല്ലാതായതുപോലെ എൻ്റെ ലൈഫിലും ഒരു ഡോക്ടർക്ക് ചാൻസ് ഉണ്ടാവരുത് എന്ന് തീരുമാനിക്കണം നമ്മൾ. ഫസ്റ്റ് വൺ, നമ്മളങ്ങനെ തീരുമാനിക്കണം. ആ തീരുമാനം തീർച്ചയായും നിങ്ങളെ പുതിയ ചിന്തക്കും പുതിയ അന്വേഷണത്തിനും വിധേയമാക്കും. അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മരുന്നില്ലാത്ത, രോഗമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് സഹായകമാണ്. വളരെ അപകടം പിടിച്ചൊരു കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. എല്ലാ തരത്തിലുള്ള പൊല്യൂഷനും നമ്മുടെ ചുറ്റിലുമുണ്ട്, സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഗൗരവം വെടിയാനോ ശ്രദ്ധ വെടിയാനോ അല്ല, പകരം വിശ്വകര പൂജയും ഔഷധ സേവയും ജീവിതത്തിന്റെ നിത്യമാക്കാതിരിക്കുക. ചികിത്സിക്കപ്പെടുന്നുണ്ടോ എന്ന ശരിയായ ഒരു അന്വേഷണത്തിന് നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾക്കിപ്പം എൻ്റെ ഈ ചാനൽ കേൾക്കുന്നതോടൊപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ രോഗാവസ്ഥയും കൃത്യമായി നിങ്ങൾ എന്ത് രോഗത്തിനാണ് ഉള്ളത്, എന്താ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം, ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഞാനുമായിട്ട് സംസാരിക്കാം. 70 25 401 429 എന്ന എൻ്റെ നമ്പറുണ്ട്. നിങ്ങൾക്കതിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ അലട്ടുന്ന ശാരീരിക പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാം. ഞാൻ സമയം കിട്ടുമ്പോൾ അതിന് കൃത്യമായ മറുപടി തരും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വരാം. പിന്നെ നമ്മുടെ യൂട്യൂബിൽ സ്ഥിരമായി നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ കൃത്യമായി, സ്പഷ്ടമായി, ശാസ്ത്രീയമായി ഹദീസും ഖുർആനും ആധാരമാക്കിക്കൊണ്ട് തന്നെ കൃത്യമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇവിടെ വേറൊരു വിഷയം കൂടി ഞാൻ പറയുവാണ്. നമ്മുടെ സമൂഹത്തിലൊരു എനിക്കറിയാത്തതൊന്നും ഈ ലോകത്തില്ല എന്ന് ധാരണയുള്ള ചില ആളുകളുണ്ട്. വലിയ രോഗം അതാണ്. എനിക്കറിയാത്തതൊന്നും ഈ ലോകത്തില്ല. എനിക്കറിയാത്തൊരു കാര്യമാണ് മറ്റൊരാൾ പറഞ്ഞെങ്കിൽ അത് ഫേക്കാണ്. എന്തൊരു അബദ്ധമാണ്. ഒരു വലിയ ഇസ്ലാമിക വൈദ്യശാസ്ത്രം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ തിബ്ബുൻ നബവി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 ആധാരങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ പ്രിൻസിപ്പിൾസ് ഏറ്റവും ബേസ് അതാണ്. അതിൽ 4 ഹദീസാണ് പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ തിബ്ബുൻ നബവിയുടെ ഓൺലൈൻ കോഴ്സ് ആരംഭിക്കാൻ പോകണം. വളരെ വ്യാപകമായി പൊതുജനങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന, ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന, രോഗങ്ങളെ വിദൂരത്താക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾക്ക് അറിയിക്കും ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ വാട്സപ്പിലൂടെ ചോദിച്ചാൽ കൃത്യമായി അറിയും. വളരെ അടുത്ത മാസം തന്നെ നമ്മൾ ആ കോഴ്സ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. പൊതുജനങ്ങളെയാണ്. നിങ്ങൾക്ക് ഇന്ന വിദ്യാഭ്യാസ യോഗ്യത വേണമെന്ന് അവിടെ വെക്കണില്ല. എന്തുകൊണ്ട്? ഈ ഒരു കോഴ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഫാമിലി രോഗദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇതെവിടെയെങ്കിലും പോയി ചികിത്സിക്കാനുള്ള പ്രാക്ടീസിന് അനുവാദം തരുന്ന കോഴ്സൊന്നും അല്ല, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് 10 പേരെ ചികിത്സിച്ച് കാശ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ചികിത്സയൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതിന് ഖുർആനിലും ഹദീസിലും അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും വന്ന ആരോഗ്യ ദർശനങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കും. അതുവഴി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഈ ഒരു ഹെൽത്ത് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കുടുംബം ടോട്ടലി എന്തായി പ്രൊട്ടക്റ്റഡ് ആയി. അവരുടെ പ്രിവെൻഷൻ അതിലൂടെ നടക്കും, അവരുടെ പ്രതിരോധം അതിലൂടെ നടക്കും. രോഗങ്ങളിൽ നിന്നും, അതുപോലെ ചികിത്സാ ചൂഷണത്തിൽ നിന്നും, ആവശ്യമില്ലാത്ത മരുന്ന് സേവയിൽ നിന്നും, ഭയപ്പെടുത്തൽ ചികിത്സയിൽ നിന്നും, പേടിപ്പെടുത്തൽ ചികിത്സയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു നിങ്ങളുടെ ജീവിതത്തിൽ എക്കാലത്തും നിങ്ങളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാവുന്ന ഒരു കോഴ്സായിരിക്കും, ഒരു പഠനവേദിയായിരിക്കും അത് എന്നതുകൂടി ഞാൻ സന്ദർഭോചിതമായി നിങ്ങളെ ഉണർത്തിയതാണ്. അപ്പൊ തീർച്ചയായും ചികിത്സിക്കപ്പെടുന്നു എന്ന ധാരണ നമ്മൾ തിരുത്തണം. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് തീർച്ചയായും കേൾക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.